നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് തെന്മലയ്ക്കടുത്തുള്ള റോസ്മല വ്യൂ പോയിന്റ് കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് റോഡ് ഫുള്ള് മോശമായി കിടക്കാം കേട്ടോ. ഞാൻ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. റോഡ് ഫുള്ള് മോശമായി കിടക്കുകയാണ്. താഴെ നിന്നൊരു ഓട്ടോ കയറി വരുന്നുണ്ട്. റോഡ് ഫുള്ള് മോശമായി കിടക്കുക. ഫ്രണ്ട് വശം ഞാൻ ഇപ്പോൾ കാണിച്ചത്. അതുപോലെ ഫുള്ള് മേളിലേക്ക് റോഡ് മോശമായി കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ കൂടെ വണ്ടി ഓടിച്ച് മേളിലേക്ക് പോകാനുണ്ട്. രണ്ട് സൈഡ് ഇതുപോലെയാണ്. റോഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുറച്ച് കയറി വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതുപോലെ റോഡ് പിന്നെ മോശമായി. ഇതേപോലെ ആയി പിന്നെ റോഡ് ഇപ്പം ഒരുപാട് ദൂരം ഇനിയിപ്പോൾ ഇതേപോലെ തന്നെയാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകാം. അപ്പോൾ താഴെയൊക്കെ നല്ല താഴ്ചയുണ്ട്. റോഡ് ഫുള്ള് ഇതുപോലെ പൊട്ടിപ്പോയി നടക്കുക. നമ്മുടെ ഈ സൈഡിൽ ഓട്ടോ കയറി പോകുന്നുണ്ട്. നല്ല ഒച്ചത്തിൽ കീഴിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ കയറിയായി നമുക്കിനി. അപ്പോൾ നമ്മൾ പയ്യെ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കയറുന്നേ ഉള്ളൂ. കാരണം ഫുള്ള് കയറ്റമാണ്. ഇതേപോലെ ഫുള്ള് കയറ്റമാണ്. അത്രയും കയറിയാണ് മേളിലേക്ക് പോകാൻ. കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നതിൻ്റെ ഇവിടെ വണ്ടി നിർത്തി. ഇവിടെ ഒരു മരമാണ് ആയിരിക്കൊണ്ടേ. അടുത്തേക്ക് ഈ മരത്തിലേക്ക് കയറി മേളിലേക്ക് കയറി പോകുന്നുണ്ട്. മരത്തിൻ്റെ ടോപ്പ് കയറിട്ടോ ആ സൈഡിൽ കൂടെ കയറി ചാടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ടിക്കറ്റ് സ്റ്റേഷനിലേക്ക് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുക്കണമെന്നാണ് തോന്നുന്നത്. റോഡ് ഫുള്ള് കറങ്ങി പൊട്ടി പൊളിഞ്ഞ് തുടങ്ങി. അവിടെ നിന്നല്ലേ ടിക്കറ്റ് എടുക്കുന്നത്? ആ ശരി. അപ്പോൾ നമുക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇനിയും കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ടാണ് എടുക്കാനുള്ള. റോഡ് പിന്നും ഇതേപോലെ മോശമായിട്ടുണ്ട്. ഇതിപ്പോൾ വണ്ടി പയ്യെ ഓടിച്ച് മുകളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. റോഡ് നല്ല മോശമായിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഇതേപോലെ നല്ല കുഴി കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് റോസ്മല വ്യൂ ടവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡിൽ എഴുതിയിരിക്കണം. നമ്മൾ അടുത്തേക്ക് അത് കണ്ടോ, റോസ്മല വ്യൂ ടവർ എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കണം. അപ്പം നമ്മൾ റോസ്മല വ്യൂ പോയിൻ്റ് അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഈ സൈഡിലൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ താഴെ നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് ഇനി ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. എത്ര വെച്ചാൽ 2 പേർക്ക്? അപ്പോൾ 2. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് 100 രൂപയായി. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് മേളിലേക്ക് കയറി വ്യൂ പോയിന്റിലോട്ട് പോകാം. ഇവിടെ ഇതുപോലൊരു ബോർഡ് പിടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഇവിടെ കുറേ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ അവിടെ ഇട്ടിരിക്കുന്നത് കാണാം. ഇതുപോലെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വന്നൊരു ടൈം എന്ന് പറയുന്നത് നല്ല വേനൽക്കാലത്താണ് വന്നത്. അതുകൊണ്ട് ഈ ഡാമിലെ വെള്ളമൊക്കെ മിക്കവാറും കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വ്യൂ എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ നിന്നിപ്പോൾ കുറച്ച് ദൂരം കൂടി നടന്നാൽ നമ്മുടെ റോസ്മല വ്യൂ ടവറിൻ്റെ അടുത്തെത്താറാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ തെന്മല ഡാമിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ മേളിലേക്ക് നടക്കാനുണ്ട്. ചെറിയ കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നടന്ന് പോകുമ്പോഴത്തേക്ക്. ഇതുപോലത്തെ പാറയാണ് കേട്ടോ.
ഇങ്ങനെ പാറ കയറി മേളിലേക്ക് പോകാം. ഏതാണ്ട് നമ്മളങ്ങ് എത്താറായി. അവിടെ മേലെ കയറിയാൽ മതി. അപ്പോൾ ഇനി നമ്മുടെ വീട്ടുകാരൻ്റെ അടുത്തെത്തും. ഇവിടുത്തെ ഈ മരത്തിൽ ഒരുപാട് പൂവ് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരുമാതിരത്തെ ഒരു മഞ്ഞയല്ല ഒരു പച്ചയല്ലാത്തൊരു കളർ. ഞാൻ അടുത്ത് നിന്നൊരു വ്യക്തമായിട്ട് കാണിച്ചുതരാം. ഇതുണ്ടോ, നല്ല ഭംഗി. ഇതിനകത്ത് പൂവാണ്. ഇത് നിറച്ച് എത്രയും അത് ആ മരത്തേക്കുന്ന പൂവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ഉണങ്ങിയിട്ട് ഇതേപോലെ ആവും. അതിൻ്റെ കളറിങ്ങനെ മാറും. മഞ്ഞ കളർ മാറി ഒരു റോസ് പോലത്തെ കളറാവും. അതുകൊണ്ട് ഈ മരത്തിൽ അത്രയും ആ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെവിടെ അതിൻ്റെ കളർ മാറിയ പൂവുണ്ടോ, ഇവിടെ ഒരുപാടുണ്ട്. അതുപോലെ ഇതാണ് ഒരു മരം എന്ന് പറയുന്നത്. ഈ മരത്തിലാണ് ആ പൂവ് വെക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ കയറി മേളിൽ വന്നു. ഇനി ഇതിൻ്റെ അകത്തോടെ കയറി നമുക്ക് അതാണ് വീട്ടുകാരെന്ന് പറയുന്നത്. അതിൻ്റെ മേളിൽ കയറി നമുക്ക് ഡാമിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അത് നമുക്ക് താഴെ നിന്നുള്ള വ്യൂസൊക്കെ നോക്കാം. നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ തെന്മല ഡാമിൻ്റെ ഭാഗങ്ങളെല്ലാം നല്ലപോലെ കാണാം. വെള്ളം കുറവായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനൊക്കെ. നല്ല വെയിലാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ കാണുന്ന സ്ഥലത്തേക്ക് ആനയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരും. ഐസലോട്ട് നല്ല വെയിലാണ് കേട്ടോ. അതാ താഴെ ഇതുപോലെ നല്ല കാടാണ്. ഇതുപോലത്തെ ഒരുപാട് തുരുത്തുകളുണ്ട് ഈ ഡാമിൽ. ഇവിടെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇത് തുരുത്തുണ്ടോ, അത് ഒരു ഹാർട്ടിൻ്റെ ആകൃതിയിലാണ് സംഭവം കാണുന്നത്. നമ്മൾ കുറച്ചുകൂടെ പൊക്കത്തിൽ നിന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അറിയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ വ്യൂ ടവർ. ഈ ടവറിൻ്റെ മേഖലയിൽ കയറി നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ വ്യൂ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതിൻ്റെ മേഖലയിൽ പോയുള്ള വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ വ്യൂ ടവറിൻ്റെ മേഖലയിൽ പോയി നിന്നിട്ട് വീഡിയോ നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ വ്യൂ ടവറിൻ്റെ മേഖലയിലേക്ക് പോയിട്ട് ഉള്ള വ്യൂ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലത്തെ സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി മേഖലയിലേക്ക് പോകണം. മുമ്പൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് ആ സൈഡിൽ പോയിട്ട് അവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ റോസ്മലയുടെ വ്യൂ ഒക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തേക്ക് ആ സൈഡിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേഖലയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ആ സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്കും നേരത്തെ കണ്ട ഹാർട്ടിൻ്റെ ആകൃതിയുള്ള തുരുത്തുണ്ടല്ലോ, അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഫുള്ളൊരു ഫോഗാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ ഇങ്ങനെയാണ്. അവിടെ നല്ല ചെറിയൊരു ചൂട് കുറവുണ്ട്. നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത്ര ചേച്ചി ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ? ഏതാണ്, ഇതാണോ? അതെങ്ങനെ റേറ്റൊക്കെ വരുന്നത് അറിയത്തില്ലേ? ആണല്ലേ. അപ്പോൾ ഏതാണ് വനംവകുപ്പിൻ്റെ അല്ലേ? ഫുഡ് കൂടാതെ 3500 അല്ലേ? ആ. അപ്പോൾ അവിടെ റെസ്റ്റ് ഹൗസുകളുണ്ട്. പക്ഷേ ചോദിച്ചാൽ പറയും 3000 മേലെ ആവും. ഫുഡ് കൂടാതെ ഉള്ള റേറ്റാണ് പറയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാൻ നമുക്ക് അതുപോലത്തെ റെസ്റ്റ് ഹൗസുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റേ ചെയ്യാം. 3500 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ചേച്ചി പറഞ്ഞ് ഫുഡ് കൂടാതെയുള്ള റേറ്റാണ് ഈ പറഞ്ഞത്. ഈ കാണുന്ന കേട്ടോ ആ റെസ്റ്റ് ഹൗസ് 3500 രൂപയാണ് വരുന്നത് എന്നാണ് ആ ചേച്ചി പറഞ്ഞ്. അപ്പോൾ കറക്റ്റ് റേറ്റ് ആ ചേച്ചിക്ക് അറിയത്തില്ല. എന്തായാലും 3000 മേളിലാവും. ഫുഡ് കൂടാതെയുള്ള റേറ്റാണ് പറഞ്ഞത്. നമ്മൾ റോസ്മല വരുമ്പോഴത്തേക്ക് മിക്കുള്ള സമയത്ത് മയിലിനെ കാണാറുണ്ട്. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആലോചിച്ച് കണ്ടില്ലല്ലോ.
അപ്പം നമ്മൾ ഈ വഴി ആ സൈഡിൽ അവിടെ ഇങ്ങനെ ഒരു വലിയ മയിൽ നിൽപ്പുണ്ട്. കാണിച്ചു തരാം. അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പോകുമെന്നറിയത്തില്ല. എന്താണ് നമ്മുടെ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഫുള്ള് കാടായതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് പെട്ടെന്ന് കയറുന്നത്. അവിടെ നിൽപ്പുണ്ട്. അടുത്തേക്ക് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോകുന്നുണ്ടോ? ആ കാടിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. മേളിലേക്ക് കയറി ഈ കാട്ടിന് അകത്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ കണ്ട് പേടിച്ചിട്ടിരിക്കുക. അതിലിങ്ങനെ നടന്നു പോകുന്നുണ്ടോ. അപ്പം നമ്മൾ റോസ്മല വന്ന് വ്യൂ ഒക്കെ കണ്ട് ഇനിയിപ്പോൾ പോകാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.